ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇതാ ചൂണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് മീൻ പിടിക്കാൻ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ചൂണ്ടി എടുത്തിട്ട് വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലയിടാനുള്ള വലയൊക്കെ എടുത്തിട്ട് പോയി. കുറച്ച് ദിവസം എടുത്തിട്ട് പോയി. 10 ദിവസമായി നമ്മൾ വലയെടുത്തിട്ട് പോയിട്ട്. ദിവസം ഇട്ട് വയ്ക്കുന്ന കാരണം മൊത്തം ചിക്കായത് കാരണം മീനുകൾ കമ്മിയാകാൻ തുടങ്ങി. ലാസ്റ്റ് വെച്ച് കുറച്ച് ദിവസം തുടർച്ചയിടുന്ന കാരണം മീനുകൾ കിട്ടാൻ കമ്മിയായി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം പോയി വലയൊക്കെ നേരെയാക്കിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മഴ കമ്മിയായിരുന്നു. ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും നമ്മൾ ചൂണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം. അതേ കുളത്തിൽ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ വലയിടുന്ന കുളത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം മീൻ കിട്ടും നമുക്ക് നോക്കാം. കാടിന് മേട്ടിൽ കൂടി ഞാൻ ചൂണ്ടിയിടാൻ പോകുന്നതാണ്. കാട് ഫുൾ കാട് പിടിച്ച് കിടക്കുന്നത്. ഇതൊക്കെ വൃത്തി 2 ദിവസം കിട്ടാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഒരാഴ്ച കിട്ടാം. നല്ല കാടും മേട ഇതാ ഫുൾ കാട്. അപ്പോൾ വലിയൊക്കെ ഉണ്ടാവും, അറിയില്ല. രണ്ട് ചൂണ്ടിയും കൊണ്ടാണ് പരീക്ഷണത്തിന് വന്നത്. 2 ചൂണ്ടി, ഇന്ന് 2 ചൂണ്ടിയാണ്. ഒന്നില്ലെങ്കിൽ മല അല്ലെങ്കിൽ കുന്ന് പറഞ്ഞ പോലെ 2 ചൂണ്ടിയും കൊണ്ടാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ ചൂണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. വേറെ ഒരു കുളത്തിൽ പോകാൻ വേണ്ടിയിട്ട് 5 കെട്ടിയാണ് കൊക്കി മാവിട്ട് കൊളുത്താൻ വേണ്ടിയിട്ട്, വലിയൊരു കുളത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇവിടേക്ക് 5 കൊക്കി കിടക്കട്ടെ പറഞ്ഞിട്ട് 5 കൊക്കി ആക്കിയിട്ടുണ്ട്. 5 കൊക്കിയാണ് നമ്മൾ കിട്ടുന്നത്. നൂല് നരമ്പൊക്കെ മാറ്റി കെട്ടണം. എന്നാലും ഇത് കട്ടുള്ളൂ. 2 കൊക്കി കെട്ടണം. എന്നിട്ട് കട്ട് ചീകടാ ചീക്. എന്താ അങ്ങനെ അളിയാൻ ആദ്യമായിട്ട് പിടിച്ച മീൻ ചീക് കേട്ടാ. നമ്മുടെ അവിടെ ചീക് പറയും. അവിടെ എന്താ പറയുന്നത്? വെളിയിലൊക്കെ പലതാ. കത്തുന്ന നോക്ക്, കത്തുന്ന സൗണ്ട് ഉണ്ട്. കത്തുന്ന സൗണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. നല്ല സൗണ്ടാ, കത്തുന്ന സൗണ്ട് ഇതാ. ചീക് അടിപൊളി അടിപൊളി. ആദ്യത്തെ അളിയൻ പിടിച്ച മീനാണ് ചീക് കേട്ടാ. സൂപ്പർ അടിപൊളി. നമ്മൾ ആദ്യത്തെ മീൻ പൂള അല്ലേ? അത് തൊണ്ടക്കുഴി കൊണ്ടുപോയത്. തൊണ്ടക്കുഴി നോക്കിയെടുത്തില്ല. ഈ സാധനം കടിക്കും. അതും കൊത്തുന്നുണ്ട്. നമ്മുടെ വേറെ ഇതുകൊണ്ട് കൊത്തുന്നുണ്ട്. അപ്പോഴേക്കും നോക്കിയെടുത്തില്ലെങ്കിൽ ഇത് കടിക്കും. നമുക്ക് നോക്കിയെടുക്കണം. കടി നമ്മുടെ പൂള കേട്ടോ. പൂള പൂള പോട്ട. അങ്ങനെ 2 ചൂണ്ടി നമ്മൾ ഓരോരോ ഫോട്ടോ പിടിച്ചിട്ടുണ്ട്. 2ാമത്തെ ചൂണ്ടി ഇതാ ഇത് 5 കൊക്കിയുള്ളത് കൊണ്ട്. ചെറിയ പോട്ടയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇതാ ഒരു ഫോട്ടോ പിടിച്ചിട്ടുണ്ട്. തിലോപ്പിയ അടിപൊളി അടിപൊളി. 2ാമത്തെ ചൂണ്ടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഫോട്ടോ വന്നാൽ ഇതാ പലയപ്പണ്ടി വെള്ളച്ചാട്ടം ഉണ്ടാകും. നമ്മൾ കാണുന്നത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പലയപ്പണ്ടി വെള്ളച്ചാട്ടം ഉണ്ടാകും. നിറയെ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകാർ നിറയെ വരുന്നുണ്ട്. നമ്മുടെ അടുത്താണ്. നമ്മുടെ വീട്ടിൽ തൊട്ടാണ്. നമുക്ക് കുറച്ചേ പോകുള്ളൂ. 2-3 കിലോമീറ്റർ നമുക്ക് പോകാനുള്ളൂ. നമ്മളതിൽ കൂടെ തന്നെ വരുന്ന ഈ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നല്ല വ്യൂ പറഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ പോയി കുളിക്കാനൊക്കെ പറ്റും. അടിപൊളി വേറെ ലെവലാണത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതാ രക്ഷയില്ല. വീണ്ടും 2ാമത്തേയും പുഴ മാത്രമേ ഉള്ളൂ തോന്നുന്നു കുളത്തില്ല. അതും അടിയിൽ പോയിട്ടുണ്ട്. പൊടിമീനായി പറഞ്ഞു. വഞ്ചാണ് മീനല്ല. പോട്ടേക്കാണ് കളിച്ചിട്ട് പോയി. രണ്ടൊക്കെ അടിയിൽ പോയി അല്ലേ? പൂടാനാ? സൂപ്പർ സൂപ്പർ. വെറുതെ പട്ട് കിടക്കണ്ടായിരുന്നു. അടിപൊളി സസ്. പൂടാൻ മാത്രമേ ഉള്ളു തോന്നും. എന്താ അളിയൻ്റെ അടുത്ത മീൻ പൂഴ. എൻ്റെ നല്ല സൈസ്, കുഴപ്പമില്ല. 18 സൈസ്. അത് വരുന്നില്ല ഉള്ളിൽ നിന്ന്.
പൂടാൻ്റെ ഒന്ന് ചാകരയാണ് നമുക്ക്. പൂടാൻ ചാകര, പൂടാൻ മാത്രം പിടിക്കുള്ളൂ നമ്മൾ. പൂടാൻ ചാകരയാണ് തോന്നുക. വീണ്ടും അടുത്ത ചോറ് എൻ്റെ വീണ്ടും എൻ്റെ അമ്മ തൊണ്ടക്കുഴി ഇതാ അട്ടിപ്പോയി കിടക്കുന്നത്. എന്താ വന്നു ഇതാ വെറും പൂഴ മാത്രം ഒന്ന്. മഴയത്ത് കിട്ടുന്ന മൊത്തം പൂഴ. പൂഴാനാണോ നോക്കി എന്താ വരെ വരും നോക്കാം. പാമ്പായിക്കോ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നു. നമ്മൾ ഇവിടുത്തെ അവസാനിപ്പിച്ചില്ല കേട്ടോ. നമ്മൾ അസല മഴയായിരുന്നു, അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത്രയും കാര്യമൊന്നുമില്ല, കാരണം മീനൊന്നും കിട്ടിയില്ല. നമ്മൾ ഫസ്റ്റ് കിട്ടി കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് എത്രത്തോളം മീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മീൻ പറഞ്ഞാൽ കുറച്ച് കിട്ടിയുള്ളൂ. അത് കിട്ടി തന്നെ ഫസ്റ്റ് 2-3 കിട്ടിയില്ല. അതന്നെ ഇതാ ചീര് നല്ല ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ചൂണ്ടിയിട്ട് കിട്ടിയ മീൻ ഫ്രഷാണ്. ഇതാ പൂടാനാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. പൂടാനാണ് കൂടുതൽ കിട്ടിയത്. അടിപൊളി. കുഴപ്പമൊന്നുമില്ല. ചൂണ്ടിയിട്ടാനിതാ ഇതാണ് 2 വെറൈറ്റി ചീഗ് പറയുന്നത്. ചീഗ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മഞ്ഞക്കൂരി, അങ്ങനെ മഞ്ഞക്കൂരി സൈസ് അയ്യണത്തി പറഞ്ഞ സാധനമാണ്. സൂപ്പർ. ചെറിയൊരു കോട്ടയും കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു തിലോപ്പിയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.